ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂടെ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോണി ചെയ്യാൻ പോകുന്ന ഒരു വലിയ കാര്യത്തിനെ പറ്റി തന്നെയാണ്. അതായത് നമുക്കറിയാം, മെനഞ്ഞാന്ന് വെച്ച മീൻ കറി ചിലർ കഴിക്കും, ചിലർ കഴിക്കത്തില്ല. അപ്പം ആ ഒരു അവസ്ഥയിലാണ് നമ്മുടെ സോണി പിക്ചേഴ്സിൻ്റെ ഒരു അവസ്ഥ, അതായത് നമ്മുടെ സോണി മാർവൽ യൂണിവേഴ്സിൻ്റെ ഒരു അവസ്ഥ ഇരിക്കുന്നത്. ആദ്യം ഇറങ്ങിയിട്ടുള്ള വെനം എന്ന് പറയുന്നത് നല്ല സക്സസ് ആയിരുന്നു. പിന്നീട് വന്നിട്ടുള്ള സീക്വൽ അധോഗതി, പിന്നീട് മോർബീസിൻ്റെ കാര്യം അധോഗതി. ആ ഒരു പാറ്റേണിലാണ് പിന്നീട് ഇപ്പോൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവസാനം ഇറങ്ങിയ മാഡം വെബും ആ ഒരു സെയിം അവസ്ഥ തന്നെയാണ്. അപ്പം നമ്മുടെ സോണി ഇനി ചെയ്യാൻ പോകുന്നത്, അതായത് 18ാമത്തെ അടവ് ഇറക്കാൻ പോകുന്ന രീതിയിൽ പല അപ്ഡേറ്റും കാര്യങ്ങളും ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. ആ ഒരു 18ാമത്തെ അടവ് എന്തുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ടോബി മെഗറുടെ സ്പൈഡർമാൻ 4 എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാനിങ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു സംസാരം ഇപ്പോൾ സോണിയുടെ ഇടയിൽ സംഭവിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അമേസിംഗ് സ്പൈഡർമാൻ 3 സംഭവിക്കാനും വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു മൂവ്മെൻറ്റും ഇവരുടെ ഇടയിൽ ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളൊരു ഇൻസൈഡർ ന്യൂസ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു ബുദ്ധി ഇവർക്ക് നേരത്തെ തോന്നാത്ത എന്താണെന്നാണ് ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത്. കാരണം അതിന് പകരം വേസ്റ്റ് ആയിട്ടുള്ള കുറച്ച് പ്രോജക്റ്റ് ഇറക്കുന്നത്, അതായത് ഇപ്പോൾ സ്പൈഡർമാൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെ വെച്ചിട്ടൊരു പടം ഇറക്കുന്നെങ്കിൽ അവർക്ക് വൃത്തിക്ക് ഇറക്കാൻ പറ്റും. അത് ചെയ്യാതെ അതിന് പകരം കുറേ വേസ്റ്റ് ആയിട്ടുള്ള കുറച്ച് പ്രോജക്റ്റാണ് ഇവർ ഇറക്കിയിട്ടുള്ളത്. മോർബിയസ്, നമ്മുടെ വെനം 2, അതേപോലെയുള്ള കുറേ പടങ്ങൾ. ഇനി വരായിരിക്കുന്ന ക്രേവൻ്റെ കാര്യം നമുക്കറിയത്തില്ല. ട്രെയിലർ നല്ലതായിരുന്നെങ്കിലും ഇനി പടം ഇറക്കുമ്പോൾ ഏത് അവസ്ഥയാവും നമുക്കിപ്പോൾ ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പം നമുക്ക് സോണി ഡൈലി ഇനി വേറെ വഴിയില്ല. കാരണം ഇനി ഒരു നല്ല സ്പൈഡർമാൻ മൂവി ഇറക്കിയാലേ ഇവർക്ക് ആ ഒരു സക്സസ്സിലോട്ട് എത്താൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇവരായിട്ട് ഇറക്കിക്കഴിഞ്ഞാൽ അത് നല്ല പണി കിട്ടുമെന്ന് ഇവർക്ക് തന്നെ അറിയാം. അതുകൊണ്ട് നമ്മുടെ ടോബീനെ കയറി പിടിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ ആൻഡ്രൂ ഗാർഫീൽഡിനെ പിടിക്കാൻ വേണ്ടി ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ ടോം ഹോളണ്ടിനെ വെച്ചിട്ട് ഇവരൊരു ഗോലുകുലുപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ MCUൻ്റെ സ്പൈഡർമാൻ 4th പാർട്ട് മൂവി മൾട്ടിവേഴ്സൽ പടം ആക്കണമെന്നുള്ള രീതിയിൽ അവർ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. പക്ഷേ നമ്മുടെ കെവിൻ ഫൈഗിയും ടോം ഹോളണ്ടും അതിന് സമ്മതിക്കുന്നില്ല. അപ്പം ആ ഒരു സമയത്ത്, അതായത് നമ്മുടെ ടോം ഹോളണ്ടിനെ അങ്ങ് പിന്നെ മാറ്റി നിർത്തിയിട്ടുണ്ട്. ഇനിയും ചെറുക്കൻ്റെ പുറകെ പോയി ശല്യപ്പെടുത്തും എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. എന്തായാലും ടോം ഹോളണ്ടിനെ കിട്ടാത്ത വഴിക്ക് ഇനി നേരെ അവർ പോകാൻ പോകുന്നത് നമ്മുടെ ടോബി മെഗറിൻ്റെ പുറകോട്ടാണ്. പക്ഷേ ആ ഒരു പടത്തിൽ, അതായത് നമ്മുടെ ടോബിയുടെ പടത്തിൽ പണ്ട് വന്നിട്ടുള്ള നമ്മുടെ മേരി ജെയിൻ ആയിട്ടുള്ള ആക്ട്രസും അതേപോലെ തന്നെ സാൻഡ്മാനായിട്ട് വന്നിട്ടുള്ള ആക്ടറെല്ലാം ഇങ്ങനെ സ്പൈഡർമാൻ 4നെ പറ്റി ഇങ്ങനെ പല ഇൻ്റർവ്യൂവിലൊക്കെ ഇരുന്ന് ടീസ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു പടം നടക്കാനുള്ളൊരു സാധ്യതയൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ഇനി ഇവർ ഇപ്പം ഇറക്കിയ മാഡം വെബും അതേപോലെ തന്നെ വെനം 2 ഒക്കെ പോലെ അലമ്പാക്കി നശിപ്പിച്ച് കൈ തരുമോ എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. പക്ഷേ എനിക്ക് പേഴ്സണലി ഇപ്പോൾ തോന്നുന്നത് അത് ചെയ്യേണ്ടെന്ന് തന്നെയാണ്. കാരണം ഇപ്പോൾ സോണിയുടെ ഈ ഒരു അവസ്ഥ വെച്ചിട്ട് എനിക്കത് വേണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അത് ഇത്രയും നാളും ഇല്ലാത്ത ആ ഒരു പടം പിന്നെയും ചെയ്ത് അലമ്പാക്കി അവർ എൻഡിങ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയും വെറുപ്പിക്കായി എന്നുള്ള രീതിയിലായി പോകും. അതുകൊണ്ട് അത് വേണ്ടെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. പക്ഷേ ബെറ്ററായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ അമേസിംഗ് സ്പൈഡർമാൻ 3 തന്നെയാണ്. കാരണം ആ ഒരു ആർക്ക് അവർ കംപ്ലീറ്റ് ചെയ്യലും ചെയ്തിട്ടില്ല. അപ്പം ആൻഡ്രൂ ഗാർഫീൽഡിനെ വെച്ച് പടം ചെയ്താലും ഇവർ ഇതേപോലെ നശിപ്പിക്കുകയില്ല എന്നുള്ള കാര്യത്തിൽ ഗ്യാരണ്ടി ഇല്ല. അപ്പം എന്തായാലും ഇവരെ തൊട്ട് വേണ്ടെന്നാണ് എനിക്ക് പേഴ്സണലി അഭിപ്രായം. അല്ലെങ്കിൽ നമ്മുടെ ഈ മൈൽസ് മൊറാലസിനെ വെച്ചിട്ട് സെപ്പറേറ്റ് ഏതെങ്കിലും ഒരു പ്രൈമിലോ അല്ലെങ്കിൽ നമ്മുടെ നെറ്റ്ഫ്ലിക്സിൽ വെച്ചിട്ട് എന്തെങ്കിലും ഒരു പടം ഇറക്കുന്നതായിരിക്കും ചൂടെ ബെറ്ററായിട്ട് എനിക്ക് തോന്നുന്നത്. പക്ഷേ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളൊരു അപ്ഡേറ്റ് പ്രകാരം, അതായത് നമ്മുടെ മൈൽസ് മൊറാലസിനെ MCUലോട്ട് ഇറക്കാനാണ് ഇപ്പം നമ്മുടെ മാർവൽ അതായത് MCU സോണിയും കൂടെ ചേർന്നിട്ട് വെച്ചിട്ടുള്ള കോൺട്രാക്റ്റ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. അതുകൊണ്ട് മൈൽസിൻ്റെ കാര്യത്തിലും ടോം ഹോളണ്ട് സ്പൈഡർമാൻ്റെ കാര്യത്തിലും ഇപ്പം ഏകദേശം കുറച്ച് ഗ്യാരണ്ടി അല്ലെങ്കിൽ ഒരു ആശ്വാസം ഉണ്ടെന്ന് വേണമെങ്കിൽ തന്നെ എടുത്ത് പറയാൻ പറ്റും. പക്ഷേ ഇപ്പം ഈ ഒരു ടോബിയെയും വെച്ചിട്ടും അല്ലെങ്കിൽ ആൻഡ്രൂവിനെ വെച്ചിട്ടൊരു പടം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കാര്യത്തിലാണ് ഇപ്പം നമുക്ക് ഒരു ഉറപ്പും കാര്യങ്ങളൊന്നും ഇല്ലാത്തത്. അപ്പം ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം.